അടിപൊളിയല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തോസ് ബട്ടർഫ്ലൈ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ പക്കോടയ്ക്കായിട്ട് 200 ഗ്രാം ബോൺസ് ഇല്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. 4 പച്ചമുളക് പൊടി അരിഞ്ഞെടുക്കുക. ഇത്രയും വെളുത്തുള്ളി, ഇത്രയും ഇഞ്ചിയും പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഈ 2 മീഡിയം സൈസ് സബോള സെൻറ്റർ കട്ട് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇതുപോലെ 4 പീസാക്കിയതിന് ശേഷം വേണം കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആദ്യം സബോള അരിഞ്ഞതിടാം. ഇതിലേക്ക് ചിക്കൻ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി 3 തണ്ട് വേപ്പില മല്ലിയില അരിഞ്ഞതും കൂടെ ഇടാം. ഇതിലേക്ക് ഇനി 4 ടേബിൾ ടീസ്പൂൺ കടലമാവ് ഇടാം. പച്ചമുളക് പൊടിയായി അരിഞ്ഞതിടാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇടാം. 1 ടേബിൾ ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഇടാം. 1/2 ടീസ്പൂണിനേലും കുറച്ച് കുറവായിട്ട് ഉപ്പ് ഇടാം. ഇതിലേക്ക് 85 ml വെള്ളം, അതായത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനി വടേര പരുവത്തിലാക്കി എടുക്കാം. അധികം കട്ടിയിലാക്കരുത്, ചെറുതാക്കി കട്ടി കുറവായിട്ട് എടുക്കാം. ഇതുപോലെ ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. എല്ലാതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി പൊരിച്ചെടുക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം വട ഇട്ട് കൊടുക്കാം. വട ഇട്ടതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലായി മാറ്റി മാറ്റി വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇത് മറിച്ചിടാം. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇത് വീണ്ടും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചിടാം. അപ്പുറത്തെ വശം ഒന്നും കൂടി മുരിയാനുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചിക്കൻ പക്കോട ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ചിക്കൻ പക്കോട ഒരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ചിക്കൻ കറി വയ്ക്കാൻ വാങ്ങണ സമയത്ത് കുറച്ച് ബോൺസ് ഇല്ലാത്തത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. അടിപൊളിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 10 ഉണ്ടാക്കാൻ പറ്റിട്ടതുകൊണ്ട് അതിൽ 2 ഞാൻ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ മറക്കാണ്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.